RRB ALP ടെക്നീഷ്യൻ CBT2ൻ്റെ ബേസിക് സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് ഡ്രോയിങ് ഒരു എഞ്ചിനീയറിംഗ് ഡ്രോയിങ്ങുമായി ബന്ധപ്പെട്ട ഒരു 5-8 വീഡിയോ ഒരു പ്ലേലിസ്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം വരുന്ന ടോപ്പിക്കാണ് ലിവർ ആൻഡ് സിമ്പിൾ മെഷീൻ. ആദ്യത്തെ ഒരു ഭാഗം ഇതിൻ്റെ കംപ്ലീറ്റ് ആയി. ഇത് രണ്ടാമത്തെ വീഡിയോ ആണ്. ലിവർ ആൻഡ് മെഷീൻ്റെ രണ്ടാമത്തെ വീഡിയോ ആണിത്. ലിവർ ആൻഡ് മെഷീനിൽ ആദ്യം നോക്കിയത് ഇൻട്രൊഡക്ഷൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ലിവർ എന്താണ്, സിമ്പിൾ മെഷീൻ എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഈ ലിവർ 3 ടൈപ്പായി തിരിച്ചത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് ഓർഡർ, സെക്കൻഡ് ഓർഡർ, തേർഡ് ഓർഡർ. അത് ക്ലാസിഫൈ ചെയ്തത് 3 ആയിട്ട്. അതിൽ നടുവിൽ വരുന്നത് FLE ഫൽക്രം നടുവിൽ വരുന്നതാണ് ഫസ്റ്റ് ഓർഡർ, ലോഡ് നടുവിൽ വരുന്നത് സെക്കൻഡ് ഓർഡർ, എഫേർട്ട് തേർഡ് ഓർഡർ. അപ്പോൾ ഇവിടെ നോക്കുന്നത് മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് ഓഫ് ലിവർ. അപ്പോൾ ഇവിടെ ഈ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് ആണ് എന്താണെന്ന് നോക്കാം ആദ്യം. ഇതാണ് മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് എന്താണെന്ന് നോക്കാം. ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് ഫോഴ്സ് ഒബ്റ്റൈൻഡ് ഫ്രം ദ മെഷീൻ ടു ദാറ്റ് അപ്ലൈഡ് ടു ദ മെഷീൻ. അപ്പോൾ ഇവിടെ ആദ്യത്തെ ടെർമിനോളജി പറഞ്ഞ സമയത്ത് 2 കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ലോഡ്, എഫേർട്ട്, ഫൽക്രം. നമ്മൾ മെഷീനിലേക്ക്, ഇവിടെ മെഷീൻ എന്ന് പറയുന്ന റോഡിലേക്ക് നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ടാണ് എഫേർട്ട്. ആ മെഷീൻ ഒരു ഒബ്ജക്റ്റിലേക്ക് കൊടുക്കുന്ന ഫോഴ്സാണ് ലോഡ്. നമ്മൾ കൊടുക്കുന്നത് എഫേർട്ട്, മെഷീൻ ഒബ്ജക്റ്റിലേക്ക് അപ്ലൈ ചെയ്യുന്ന ഫോഴ്സാണ് ഇവിടുത്തെ ലോഡ്. അപ്പോൾ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞിട്ട് ഉദ്ദേശിക്കുന്നത്, ഇപ്പോൾ ഒരു റോഡ്, ഇവിടെ ഒരു 10 യൂണിറ്റ് ഫോഴ്സ് നമ്മൾ കൊടുക്കുന്നു എഫേർട്ട്. അപ്പോൾ അത് ഉപയോഗിച്ചിട്ട് ഒരു 100 യൂണിറ്റ് എഫേർട്ട് നമുക്കിവിടെ ഔട്ട്പുട്ട് കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ സാധാരണ എങ്ങനെയാണ് പറയുക, ഇവിടെ 10 യൂണിറ്റിൻ്റെ 10 ഇരട്ടി ഇവിടെ നമുക്ക് അഡ്വാൻറ്റേജ് കിട്ടി. അതായത് ഇപ്പോൾ ഇത് 10ഉം ഇത് ഒരു 20ഉം ആണെങ്കിൽ 10 എഫേർട്ട് കൊടുക്കുമ്പോൾ 20 ലോഡ് കിട്ടും. നമ്മൾ പറയും ഇരട്ടി കിട്ടിയെന്ന് പറയും. ഇതിപ്പം 10 ഇരട്ടി കിട്ടിയെന്ന്. അപ്പോൾ ഇതെന്താ സംഭവം, നമ്മൾ കിട്ടുന്നത് 100 കിട്ടി, എത്ര കൊടുത്തപ്പോൾ, 10 കൊടുത്തപ്പോൾ. അപ്പോൾ 10 ഇരട്ടി എന്നുള്ളതാണ് ഇവിടുത്തെ അഡ്വാൻറ്റേജ്. അതാണ് ഇവിടുത്തെ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ്. അതായത് എഫേർട്ട് ബൈ ലോഡ് എന്നുള്ളതാണ് ഇവിടുത്തെ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ്. അപ്പോൾ ലോഡ് ബൈ എഫേർട്ട് ഈക്വൽ ടു മെക്കാനിക്കൽ അഡ്വാൻറ്റേജ്. ഇത് ഇനി വേറൊരു തരത്തിലും കൂടെ എഴുതാനുണ്ട്. അപ്പോൾ ഇവിടെ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും, ഇവിടെ ഒരു റിലേഷൻ കൊടുത്തിട്ടുണ്ട്. ഇതാ ഇവിടെയായിട്ട് M1 × A ഈക്വൽ ടു M2 × B. അപ്പോൾ ഈ ഫിഗറിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം, M1 എന്ന് പറയുന്നത് നമ്മുടെ എഫേർട്ടായിട്ട് കൂട്ടാം, അല്ലെങ്കിൽ ലോഡോ എന്തെങ്കിലും ആയിട്ട്. M1 M2. M1 നിന്ന് ഫൽക്രത്തിലേക്കുള്ള അകലമാണ് A. ഇവിടെ M2 നിന്ന് ഫൽക്രത്തിലേക്കുള്ള അകലമാണ് B. അപ്പോൾ ഇവിടെ ഈ റിലേഷൻ പ്രകാരം M1 × A ഈക്വൽ ടു M2 × B. ഇനി ഇത് വേറൊരു കണ്ടീഷനിൽ നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ പറയാം. അതിൻ്റെ തിയറി കറക്റ്റാണെന്നൊന്നുമില്ല, ഇതെങ്ങനെയാണ് വന്നതെന്നുള്ളത് നോക്കാം. ഇത് ഒരു ലിവറാണ്. ലിവറിൻ്റെ ഇവിടെ നമ്മളൊരു ലോഡ് അപ്ലൈ ചെയ്യുന്നു L. ഈ ലോഡിൽ നിന്ന് ഈ ഫൽക്രത്തിലേക്കുള്ള ഈ ഡിസ്റ്റൻസ്, നമ്മൾ അപ്ലൈ ചെയ്യുന്നത് എഫേർട്ട്. ഈ എഫേർട്ടിൽ നിന്ന് ഈ ഫൽക്രത്തിലേക്കുള്ള ഈ ദൂരത്തിൻ്റെ വിളിക്കുന്നത് എഫേർട്ട് ആം. അതായത് എഫേർട്ട് ആം. ഇവിടെ നമ്മൾ അന്നേരം ഇവിടെ ഒരു ലോഡ് നമുക്ക് ഉയർത്താൻ വേണ്ടി പറ്റും. അതായത് സിമ്പിളായിട്ട് ഇങ്ങനെ അല്ലേ, ഇവിടെ നമ്മൾ അമർത്തുമ്പോൾ ഇവിടെ ഒരു വെയിറ്റ് വെച്ചിട്ടുണ്ട്. ആ വെയിറ്റ് മേലേക്ക് ഉയരുമല്ലോ. നമ്മൾ ഇവിടെ നിന്ന് അമർത്തുമ്പോൾ നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ടാണ് എഫേർട്ട്. നമുക്ക് ഈ മെഷീൻ ഈ ഒബ്ജക്റ്റിലേക്ക് കൊടുക്കുന്ന ഫോഴ്സ്, അതാണ് ലോഡ്. ഈ ലോഡിൽ നിന്ന് ഈ ഫൽക്രത്തിലേക്കുള്ള ദൂരം, നടുവിലേക്കുള്ള ദൂരമല്ല. ചിലപ്പോൾ നമ്മളിപ്പം പഠിച്ചു കഴിഞ്ഞു ഫൽക്രം എപ്പോഴും നടുവിലല്ല. അപ്പോൾ നടുവിൽ നിന്ന് ഉള്ള ദൂരമല്ല, ഫൽക്രത്തിൽ നിന്ന് ലോഡിലേക്കുള്ള ദൂരം, അതിനെ വിളിക്കുന്ന പേരാണ് ലോഡ് ആം. L എന്ന് എഴുതാം, ലോഡ് ആം. അപ്പോൾ ഇവിടെ നമ്മൾ പറയുന്ന ഒരു ലിവറിൻ്റെ റിലേഷൻ എന്ന് പറയുന്നത് ലോഡ് ഇൻറ്റു ലോഡ് ആം ഈക്വൽ ടു എഫേർട്ട് ഇൻറ്റു എഫേർട്ട് ആം. അപ്പോൾ ഇതാണ് ലിവറിൻ്റെ റിലേഷൻ എന്ന് പറയുന്നത്. ഇതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്.
തൊട്ട് മുമ്പത്തെ സ്ലൈഡിൽ കൊടുത്തിട്ടില്ല M1 ഇൻറ്റു A ഈക്വൽ ടു M2 ഇൻറ്റു B. അപ്പോൾ അതായത് നമ്മളിപ്പം പറഞ്ഞത് മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ എഫേർട്ട് ബൈ ലോഡാണ്. അപ്പോൾ ഇവിടുന്ന് ഈ എല്ലിന് ഇപ്പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ E ബൈ L, ഇവിടെ E ബൈ L, എഫേർട്ട് ആകുമ്പോൾ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ LA ബൈ AA. അപ്പോൾ നമുക്ക് ഒരു റിലേഷൻ കിട്ടി. ഇതെന്തിൻ്റെയാണ്? മെക്കാനിക്കൽ അഡ്വാൻറ്റേജിൻ്റെയാണ്. മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് ഈക്വൽ ടു എഫേർട്ട് ബൈ ലോഡ്. അതുപോലെ ആമിലേക്ക് ഡിസ്റ്റൻസ് വരുമ്പോൾ എന്ത് വന്നു? നേരെ തിരിഞ്ഞു, ലോഡ് ആം ബൈ എഫേർട്ട് ആമായി. അപ്പോൾ ഇത് വെച്ചിട്ടാണ് ഒരു ഭൂരിഭാഗം ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ സാധ്യത. മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് ഈക്വൽ ടു എഫേർട്ട് ബൈ ലോഡ്. അപ്പോൾ ഈ ഇക്വേഷനായിട്ട് പഠിക്കുന്നതിന് പകരം ഒരു 10 യൂണിറ്റ് വെച്ചിട്ട് ഒരു 20 യൂണിറ്റിനെ ഉയർത്തുമ്പോൾ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് ഇരട്ടിയായി, അതായത് ഡബിളായി. അപ്പോൾ 20/10. അപ്പോൾ ഇതുപോലെ പഠിക്കുക. എഫേർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കൊടുക്കുന്നതാണ് എഫേർട്ട് ബൈ ലോഡ്. ഇത് മുഴുവൻ തെറ്റി. മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോഡ് ബൈ എഫേർട്ടാണ്. മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോഡ് ബൈ എഫേർട്ട്, അതാണ് മെക്കാനിക്കൽ അഡ്വാൻറ്റേജ്. അതായത് നമ്മൾ 20 ലോഡ് കൊടുക്കുമ്പോൾ, ഇപ്പോൾ കറക്റ്റ് എനിക്കത് ചെയ്യുമ്പോൾ മനസ്സിലായി. കാരണം നമ്മൾ ഈ കൊടുക്കുന്നത് 10, കിട്ടുന്നത് 20, അങ്ങനെയാണ് ഇത് ഇരട്ടിയാവുക. അപ്പോൾ മേലെ വരേണ്ടത് ലോഡ്, താഴെ വരേണ്ടത് എഫേർട്ട്. അപ്പോൾ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് ഈക്വൽ ടു ലോഡ് ബൈ എഫേർട്ട്. ഇത് നേരെ ലോഡ് ബൈ എഫേർട്ട് വരുമ്പോൾ ഇപ്പുറത്ത് നേരെ തിരിഞ്ഞു വരും, എഫേർട്ട് ആം ഡിവൈഡഡ് ബൈ ലോഡ് ആം. അപ്പോൾ ഇതാണ് മെക്കാനിക്കൽ അഡ്വാൻറ്റേജിൻ്റെ റിലേഷൻ വരുന്നത്. ഇനി ഈ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് നമ്മൾ നേരത്തെ പറഞ്ഞ 3 ടൈപ്പിലും എന്തൊക്കെയാണ് വരുന്നത് എന്നുള്ളതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കാനുള്ളത്. ഇവിടെ പറഞ്ഞ ജസ്റ്റ് ഒന്നും കൂടെ പറയുന്നത്, മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് ഈസ് ഈക്വൽ ടു ലോഡ് ബൈ എഫേർട്ട്. ഇവിടെ ലോഡ് ബൈ, ഈ ലോഡ് എന്ന് പറഞ്ഞാൽ എന്താ? ഫോഴ്സ് ഒബ്റ്റെയിൻഡ് ഫ്രം ദ മെഷീൻ. അതായത് മെഷീൻ ഒബ്ജക്റ്റിലേക്ക് കൊടുക്കുന്നത്, മെഷീനിലേക്ക് നമ്മൾ കൊടുക്കുന്നത്, ഫോഴ്സ് അപ്ലൈഡ് ടു മെഷീൻ എഫേർട്ട്, അതടിയിൽ ലോഡ് ബൈ എഫേർട്ട് തിരിഞ്ഞു വരും. എഫേർട്ട് ആം ബൈ ലോഡ് ആം. ഇതിപ്പോൾ എങ്ങനെ കിട്ടിയത്? നമ്മൾ നേരത്തെ പറഞ്ഞ ലിവറിൻ്റെ റിലേഷൻ, ലോഡ് ഇൻറ്റു ലോഡ് ആം ഈക്വൽ ടു എഫേർട്ട് ഇൻറ്റു എഫേർട്ട് ആം. ഇതും ഒരു റെയിൽവേൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. ഈ റിലേഷനെ പലതരത്തിൽ മാറ്റി എഴുതി. ലോഡ് ഇൻറ്റു എഫേർട്ട് ആം ഈക്വൽ ടു എഫേർട്ട് ഇൻറ്റു ലോഡ് ആം. അതായത് മനസ്സിലായില്ലേ? ഈ റിലേഷൻ എന്താണ്? ലോഡ് ഇൻറ്റു ലോഡ് ആം ഈക്വൽ ടു എഫേർട്ട് ഇൻറ്റു എഫേർട്ട് ആം. അപ്പോൾ ഈ റിലേഷനെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആയിട്ട് ഒരു ക്വസ്റ്റ്യൻ കണ്ടിട്ടുണ്ടായിരുന്നു. ഇത് തിരിച്ചിട്ട് എഴുതിയിട്ട് അപ്പോൾ നമ്മൾ ഈ റിലേഷൻ പഠിക്കുമ്പോൾ നമ്മൾ പഠിച്ചിനി എന്തോ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചെഴുതുന്നുണ്ട്. അപ്പോൾ അത് കൺഫ്യൂഷൻ ആക്കാൻ വേണ്ടിയിട്ടായിരിക്കും ഈ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. അപ്പോൾ നമ്മൾ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് എന്താണെന്ന് ബേസിക്കലി മനസ്സിലാക്കി. ഇനി എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ഇതൊരു ഇമ്പോർട്ടൻറ്റ് സംഭവമാണ്. മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് ഓരോ ഓർഡറിലും, ഫസ്റ്റ് ഓർഡറിൽ എത്രയാണ് ഉണ്ടാവുക, സെക്കൻഡ് ഓർഡറിൽ എത്രയാണ് ഉണ്ടാവുക. ഫസ്റ്റ് ഓർഡറിൽ ഇപ്പോൾ നമുക്കറിയാം എന്തും ആവാം. ഇവിടുന്ന് ഇങ്ങോട്ടേക്കുള്ള നീളം കൂടിക്കഴിഞ്ഞാൽ എഫേർട്ട് ആകുമ്പോൾ കൂടും, ഫൽക്രത്തിന് ലോഡിലേക്കുള്ള നീളം കൂടിക്കഴിഞ്ഞാൽ ലോഡ് ആകുമ്പോൾ കൂടും. അപ്പോൾ അത് തമ്മിലുള്ള റേഷ്യോ നമ്മൾ പറഞ്ഞു, ലോഡ് ബൈ എഫേർട്ടാണ് മെക്കാനിക്കൽ അഡ്വാൻറ്റേജ്. ആമിൻ്റെ അളവിൽ വരുമ്പോൾ എഫേർട്ട് ആം ബൈ ലോഡ് ആമാണ് മെക്കാനിക്കൽ അഡ്വാൻറ്റേജ്. അപ്പോൾ എഫേർട്ട് ആകുമ്പോൾ കൂടിക്കഴിഞ്ഞാൽ ലിവർ 1നെക്കാട്ടി കൂടും, അങ്ങനെയല്ലേ? അതായത് ഇപ്പോൾ എഫേർട്ട് ആം, ഒരു എക്സാമ്പിൾ, എഫേർട്ട് ആം 10 സെൻറ്റിമീറ്റർ ആണെന്ന് വിചാരിക്കും. ഇത് 5 സെൻറ്റിമീറ്റർ ആണെങ്കിൽ മെക്കാനിക്കൽ എഫിഷ്യൻസി എത്രയായി? മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് 2 ആയി. ഇനി നേരെ തിരിഞ്ഞിട്ട് ഇത് 5ഉം ഇത് 10 ആണെങ്കിൽ എന്തായി? 5/10 ഈക്വൽ ടു 1/2, 0.5 ആയി. അപ്പോൾ രണ്ടും ഈക്വൽ ആണെങ്കിൽ ഇത് 5ഉം ഇത് 5ഉം ആണെങ്കിൽ എന്തായി? 5/5 1 ആയി. അപ്പോൾ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ഓർഡർ ലിവറിൽ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് എന്തും ആവാം. 1 ആവാം, 1ൽ ലെസ് ആവാം, 1ൽ കൂടുതലാവാം. അപ്പോൾ ഇത് ആയിരിക്കില്ല എക്സാമിന് ചോദിക്കുക. എക്സാമിന് ഇത് രണ്ടിൽ ഏതെങ്കിലും ഒന്നായിരിക്കും ചോദിക്കുക. അപ്പോൾ ഇവിടെ രണ്ടാമത്തേത് നോക്കിക്കഴിഞ്ഞാൽ ഫൽക്രം, ലോഡ്, എഫേർട്ട്, ഇങ്ങനെയാണ് സീരീസ്. സെക്കൻഡ് ഓർഡർ ആകുമ്പോൾ ലോഡ് നടുവിൽ, ഇതാ ഇവിടെ നോക്കുമ്പോൾ ലോഡ് നടുവിൽ. അപ്പോൾ നമുക്കറിയാം ലോഡ് നടുവിൽ വരുമ്പോൾ എന്തായാലും ഇപ്പോൾ ഫൽക്രം ഒന്നുകിൽ ഇവിടെ വരും, രണ്ടറ്റത്ത് വരും. അപ്പോൾ ലോഡ് നടുവിൽ വരുമ്പം ലോഡാമെന്ന് ഫൽക്രത്തിലേക്കുള്ള ദൂരം എപ്പോഴും ചെറുതായിരിക്കും. അതായത് മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് ഈക്വൽ ടു എഫേർട്ട് ആം ഡിവൈഡഡ് ബൈ ലോഡ് ആം. അപ്പോൾ ഇവിടെ എഫേർട്ട് ആം ആയിരിക്കും എപ്പോഴും കൂടുതൽ, ലോഡ് ആം ചെറുതായിരിക്കും. ഈ ഫിഗർ നോക്കുമ്പോൾ മനസ്സിലാവും ലോഡ് ഫൽക്രത്തിലേക്കുള്ള ദൂരത്തിനേക്കാൾ കൂടുതലായിരിക്കും എപ്പോഴും ഫൽക്രത്തിന് എഫേർട്ടിലേക്കുള്ളത്. അപ്പോൾ ആ അർത്ഥത്തിൽ ഇവിടെ ലോഡ് ആം ചെറുത്, എഫേർട്ട് ആം കൂടുതൽ. അപ്പോൾ ഈ റേഷ്യോ എപ്പോഴും 1നേക്കാൾ കൂടുതലായിരിക്കും. അപ്പം കണ്ണടച്ചിട്ട് നമുക്കിനി പറയാൻ പറ്റണം, സെക്കൻഡ് ഓർഡർ എപ്പോഴും 1നേക്കാൾ കൂടുതലായിരിക്കും. സെക്കൻഡ് ഓർഡർ എപ്പോഴും
1 കൂടുതലായിരിക്കും. മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് 1 കൂടുതൽ. അപ്പോൾ അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഇതൊരു ഇമ്പോർട്ടൻറ്റ് പോയിൻ്റാണ്. തേർഡ് ഓർഡർ എന്ന് പറയുമ്പം ഓർഡർ ഫ്ലീ FLE, നടുവിൽ വരുന്നത് എഫേർട്ട്. അപ്പോൾ നമുക്ക് മനസ്സിലൊരു ഡയഗ്രാം വരണം. നടുവിൽ എഫേർട്ട്, അറ്റത്ത് ഫൽക്രവും അപ്പുറത്ത് ലോഡും. ഇതാ ഇവിടെ കാണിക്കുന്ന പോലെ. എഫേർട്ട് നടുവിൽ വരുമ്പോൾ എഫേർട്ടിൽ നിന്ന് ഫൽക്രത്തിലേക്കുള്ള ഡിസ്റ്റൻസ് കുറവായിരിക്കും. അപ്പോൾ നമ്മൾ ആദ്യം മുതലേ ഒന്നും കൂടെ ഓർമ്മിച്ച് കഴിഞ്ഞാൽ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് ഈസ് ഈക്വൽ ടു ലോഡ് ബൈ എഫേർട്ട്. അത് ആം വെച്ച് നോക്കുമ്പോൾ നേരെ തിരിഞ്ഞു വരും. സിമ്പിളായിട്ട് എഫേർട്ട് ആം ഡിവൈഡഡ് ബൈ ലോഡ് ആം. അപ്പോൾ ഈ ലോഡ് എഫേർട്ട് എന്നെല്ലാം പറയുന്നത് ഫോഴ്സുകളാണ്. ഇത് ഡിസ്റ്റൻസാണ്. എഫേർട്ട് ആമിൻ്റെ ഡിസ്റ്റൻസ്, എഫേർട്ട് ആം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഫേർട്ടിൽ നിന്ന് ഫൽക്രത്തിലേക്കുള്ള ദൂരം, അത് ചെറുതായിരിക്കും. അപ്പോൾ എപ്പോഴും ഇതിപ്പോൾ 5 ആണെങ്കിൽ എപ്പോഴും ഇത് 10, അതായത് ഇത് കൂടുതൽ. അപ്പോൾ എപ്പോഴും ഇതെന്തായിരിക്കും? 1 കുറവായിരിക്കും. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ വരെയാണ്, മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് ഓൾവേസ് 1 കുറവുള്ള ലിവർ ഏത് ഓർഡറാണ്? അപ്പോൾ 1 കുറവുള്ളത് തേർഡ് ഓർഡർ, 1 എപ്പോഴും കൂടുതലുള്ളത് സെക്കൻഡ് ഓർഡർ, 1 കൂടുതലോ 1 കുറവോ ആവുന്നത് ലിവർ ഓഫ് ഫസ്റ്റ് ഓർഡർ. അത് ഫൽക്രത്തിൻ്റെ പൊസിഷൻ അനുസരിച്ച്. അപ്പോൾ ഈ സ്ലൈഡ് മനസ്സിലായി. ഇതാണ് ഇവിടെ ഒന്നും കൂടെ പറഞ്ഞിട്ടുള്ളത്. സിമ്പിളായിട്ട് ഇവിടെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നോക്കാം. ഫസ്റ്റ് ഓർഡറിൽ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് ക്യാൻ ബി 1 ഗ്രേറ്റർ ദാൻ 1 ഓർ ലെസ് ദാൻ 1. പൊസിഷൻ ഓഫ് ഡിപ്പെൻഡ്സ് ഓൺ ഫൽക്രം. ഇവിടെ ദ ലോഡ് ആം ഈസ് ഓൾവേസ് സ്മോളർ. ഇവിടെ നമ്മൾ പറയുന്നത് കുറവാണെന്നല്ലേ പറയുന്നത്, മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് കുറവാണ്. അതിങ്ങനെ പറയാം, വി ഡു നോട്ട് ഒബ്റ്റെയിൻ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ്. അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് എപ്പോഴും ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യമല്ലേ. അപ്പോൾ ഇവിടെ എന്തില്ല? മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് നെഗറ്റീവ്, അതായത് 1 കുറവ്, അതായത് മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് കിട്ടുന്നില്ല. വി യൂസ് ലിവർ തേർഡ് ഓർഡർ വേർ അതർ 2 kinds ഓഫ് ലിവർ കാനോട്ട് ബി യൂസ്ഡ്. ഒന്നും കൂടെ ജസ്റ്റ് ആ ടെർമിനോളജീസുകൾ ഒന്നും കൂടെ പരിചയപ്പെടുത്തുന്നതാണ് ഇവിടെ. ആദ്യത്തെ 3 നമ്മൾ നേരത്തെ കവർ ചെയ്തു. എഫേർട്ട് എന്താ, ലോഡ് എന്താ, ഫൽക്രം എന്താ, കുറേ പ്രാവശ്യമായിട്ട് പറഞ്ഞു. അടുത്ത കാര്യങ്ങൾ ഇൻപുട്ട് എനർജി, ഔട്ട്പുട്ട് എനർജി. ഒന്നുമില്ല, സിമ്പിളായിട്ട് ഇൻപുട്ട് ഔട്ട്പുട്ട് എന്താണെന്ന് നമുക്കറിയാം. ഇൻപുട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുക്കുന്നത്, മെഷീൻ്റെ കാര്യത്തിൽ അതുപോലെ തന്നെ എനർജി എന്ന് പറയുന്ന വർക്ക് ഡൺ ഓൺ എ മെഷീൻ, നമ്മൾ കൊടുക്കുന്നത് ഓൺ എ മെഷീൻ. ഔട്ട്പുട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ വർക്ക് ഡൺ ബൈ ദ മെഷീൻ, ഔട്ട്പുട്ട് ഓർ എനർജി ഒബ്റ്റെയിൻഡ് ഫ്രം ദ മെഷീൻ. സിമ്പിളായിട്ടുള്ള കാര്യം. പിന്നെ പ്രിൻസിപ്പിൾ ഓഫ് ഐഡിയൽ മെഷീൻ. ഈ ഐഡിയൽ മെഷീൻ എന്ന് പറഞ്ഞിട്ട് ഉദ്ദേശിക്കുന്നത്, സാധാരണ ഇപ്പോൾ നമ്മളിപ്പോൾ തിയറിയിൽ പഠിക്കുന്നത് ഇൻപുട്ട് ഈക്വൽ ടു ഔട്ട്പുട്ട് എന്നാണ്. പക്ഷേ നമുക്കറിയാം ഒരു പ്രാക്ടിക്കൽ സിനാരിയോയിൽ ഒരിക്കലും ഇൻപുട്ട് ഈക്വൽ ടു ഔട്ട്പുട്ട് അല്ല. അപ്പോൾ 100% എഫിഷ്യൻ്റ് ആകുമ്പോഴാണ് എന്ത് സംഭവിക്കുന്നത്? ഇൻപുട്ട് ഈക്വൽ ടു ഔട്ട്പുട്ട് ആവുന്നത്. അപ്പോൾ ഇവിടെ പറയാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുതിയൊരു ടേം അറിയാതെ ഇവിടെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തു, എഫിഷ്യൻസി. ഇപ്പോൾ എഫിഷ്യൻസി എന്ന് പറയുന്നത് എന്താണ്? ഇൻപുട്ട് ഈക്വൽ ടു ഔട്ട്പുട്ട് ആവുന്ന സമയത്ത് അവിടെ 100% എഫിഷ്യൻ്റ് ആണെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ റിയൽ ലൈഫിൽ എന്തല്ല, ചിലപ്പോൾ ഒരു 50% എഫിഷ്യൻ്റ് ആയിരിക്കും, അല്ലെങ്കിൽ ഒരു അങ്ങനെ എഫിഷ്യൻസി കുറവായിരിക്കും എന്ന് മനസ്സിലായി. നേരത്തെ പറഞ്ഞ ഒരു ടേം ഒന്നും കൂടെ പരിചയപ്പെടുത്തുന്നു. മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് ഈക്വൽ ടു ലോഡ് ബൈ എഫേർട്ട് ഡിസ്റ്റൻസിൽ. ആമിൻ്റെ ലെങ്ത്തിൽ പറയുമ്പോൾ എഫേർട്ട് ലെങ്ത് ആം ബൈ ലോഡ് ആം. പുതിയൊരു മൂന്നാമത്തെ കാര്യം വെലോസിറ്റി റേഷ്യോ. വെലോസിറ്റി റേഷ്യോ എന്താണെന്ന് നോക്കാം. ഈ ഫിഗറിൽ കൊടുത്ത വെലോസിറ്റി റേഷ്യോ, ഈ ഒരു കാര്യം നോക്കാം. ഇത് ജസ്റ്റ് സിമ്പിളാണ്. നമുക്ക് ഫിസിക്സ് നമ്മൾ കൃത്യമായിട്ട് പഠിക്കുന്നുണ്ട്. നമുക്ക് ഇതല്ലെങ്കിൽ വേറെ പറയാനുള്ള എളുപ്പകാര്യം എന്ന് പറഞ്ഞാൽ ടൈം കോൺസ്റ്റൻ്റ് ആണെങ്കിൽ വെലോസിറ്റി റേഷ്യോൻ്റെ അതുകൊണ്ടാണ് ഇത് ഇങ്ങനെ നോക്കാം. വെലോസിറ്റി റേഷ്യോ, വെലോസിറ്റി ഓഫ് എഫേർട്ട് ഡിവൈഡഡ് ബൈ വെലോസിറ്റി ഓഫ് ലോഡ്. അപ്പോൾ സാധാരണ വെലോസിറ്റിൻ്റെ ഇക്വേഷൻ എന്നാൽ ഡിസ്റ്റൻസ് ബൈ ടൈം. വെലോസിറ്റി ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം. അപ്പോൾ ഇവിടെ സാധാരണ പോലെ ഡിസ്റ്റൻസ് ഓഫ് എഫേർട്ട്, അതാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. ഡിസ്റ്റൻസ് ഓഫ് എഫേർട്ട് ബൈ ടൈം ബൈ ഡിസ്റ്റൻസ് ഓഫ് ലോഡ് ബൈ ടൈം. ഇത് നേരെ തിരിഞ്ഞു വരും. ടൈം ഡിവൈഡഡ് ബൈ ഡിസ്റ്റൻസ് ഓഫ് ലോഡ്. അപ്പോൾ എന്ത് സംഭവിക്കൂടാ? ടൈമും ക്യാൻസൽ ആവും. വെലോസിറ്റി റേഷ്യോ ഈക്വൽ ടു ഡിസ്റ്റൻസ് ഓഫ് എഫേർട്ട് ഡിവൈഡഡ് ബൈ ഡിസ്റ്റൻസ് ഓഫ്, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ടൈം കോൺസ്റ്റൻ്റ് ആകുമ്പോൾ വെലോസിറ്റീൻ്റെ റേഷ്യോ എന്ന് പറയുന്നതും ഡിസ്റ്റൻസിൻ്റെ റേഷ്യോയും സെയിം ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് കിട്ടി
വി ഇ ബൈ വി എൽ ഈക്വൽ ടു ഡി ഇ ബൈ ഡി എൽ. ഈ രണ്ട് കാര്യം മാത്രം നോക്കിയാൽ മതി. വെലോസിറ്റി റേഷ്യോ ഈക്വൽ ടു ഡി ഇ ബൈ ഡി എൽ. അത് മനസ്സിലായി. അപ്പം നേരത്തെ നമുക്ക് കിട്ടിയ ഒരു കാര്യമുണ്ട്. ഇപ്പം ഈ പുള്ളി വീലിൽ മനസ്സിലാവുന്നതിനെക്കാട്ടി എനിക്ക് കുറച്ചും കൂടെ സിമ്പിളായിട്ട് ഇത് മനസ്സിലായത് നമ്മളിപ്പോൾ വേറൊരു എക്സാമ്പിൾ പറയാം. ഈ സ്പ്രിങ്ങിൻ്റെ ഒരു എക്സാമ്പിളിൽ കൃത്യമായിട്ട് ഇത് മനസ്സിലാവും. വേറൊരു കാര്യം, ഇത് എന്തിന് പോലെയാണ് ഇവിടെ വെലോസിറ്റി റേഷ്യോ വന്നത്? നമ്മൾ നേരത്തെ പറഞ്ഞ എഫേർട്ട് ആം, അത് ഡിസ്റ്റൻസ് ആണെന്നല്ല, എഫേർട്ട് ആം ഡിവൈഡഡ് ബൈ ലോഡ് ആം പറഞ്ഞത് അതിന് സെയിമായി. അപ്പോൾ ഇവിടെ അടുത്തൊരു കാര്യം, എഫിഷ്യൻസി. ഇതിപ്പോൾ നമ്മൾ ഓരോ പുള്ളിക്ക് ഒരു സെപ്പറേറ്റ് പറയും, ഇനി അതുപോലെ സ്പ്രിങ്ങിന് സെപ്പറേറ്റ് പറയും. നമ്മൾ ഈ ആമിൻ്റെ ഡിസ്റ്റൻസ് പറയുന്നത് നമ്മൾ ലിവറിൽ മാത്രമാണ്, റോഡ് വരുന്ന ലിവറിലനുസരിച്ചാണ്. അപ്പോൾ അത് ഓരോ പ്രോബ്ലം നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ വെച്ച് ചെയ്യുമ്പോൾ നോക്കിയാൽ മനസ്സിലാവും, ഓരോന്നിലും ചെറിയ വ്യത്യാസം ഉണ്ടാവും ഈ ഡിസ്റ്റൻസ് എന്താണ് എന്നുള്ളത്. ഒരു ചെറിയ എക്സാമ്പിൾ വെറുതെ പറയുന്നത്, ഇപ്പോൾ ഒരു സ്പ്രിങ് കറക്റ്റ് ഇതുമായി ബന്ധപ്പെട്ടതല്ല, ഒരു സ്പ്രിങ് ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ വരുന്നതാണ്. ഇപ്പോൾ നമ്മൾ ലോഡ് ഉയർത്തുന്ന ഒരു സ്പ്രിങ് ആണെന്ന് വിചാരിക്കും, അല്ല ഒരു സ്ക്രൂ ആണെന്ന് വിചാരിക്കും. അപ്പോൾ ഇവിടെ ഒരു ലിവർ ഉണ്ടാവും. ഈ ലിവർ ഇങ്ങനെ തിരിക്കുമ്പോഴാണ്, അതായത് ഈ സംഭവം ഞാൻ വരച്ചത് മനസ്സിലായവർക്ക് മനസ്സിലാവും. ഇവിടെ ഇപ്പോൾ എന്താ പറയുക, ഇവിടെ ഒരു കാറിൻ്റെ ടയർ ഇങ്ങനെ ഉയർത്തണം എന്ന് വിചാരിക്കും, ഒരു കാറിൻ്റെ ടയർ ഉയർത്തണം എന്ന് വിചാരിക്കും. അത് മനസ്സിലായില്ല. അപ്പോൾ ഇവിടെ ഒരു പ്ലാറ്റ്ഫോമിൻ്റെ അടിയിൽ ഒരു സ്പ്രിങ്. അപ്പോൾ ഇവിടെ ഒരു ലിവർ വെച്ചിട്ട് ഇങ്ങനെ തിരിക്കും വട്ടത്തിൽ. അന്നേരമാണ് ഈ സ്പ്രിങ് ഒരു കട്ട താഴുക, അതായത് താഴുവോ പൊന്തുവെന്നിരിക്കും. ഇതിപ്പോൾ ഒരു വട്ടം ഈ ലിവർ പിടിച്ച് തിരിക്കുമ്പോൾ ഇത് ഒരു യൂണിറ്റ് പൊന്തുവെന്നിരിക്കും. ആ ഒരു ഇതിന് വിളിക്കുന്ന പേരാണ് പിച്ച് എന്ന് പറയുന്നത്. പിച്ച്. ഇവിടെ ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഈ ഡിസ്റ്റൻസ് ഇവിടുന്ന് ഇവിടത്തേക്കുള്ള ഡിസ്റ്റൻസ് ഇത് ഡി ആണെന്ന് വിചാരിക്കും. നമ്മൾ ഈ പിടിക്കുന്ന ഇതിൻ്റെ നീളം ഡി ആണെന്ന് വിചാരിക്കും. അപ്പോൾ ഇത് ഒരു ഫുൾ റൊട്ടേഷൻ ഇങ്ങനെ കറങ്ങി ഇവിടത്തേക്ക് വരുമ്പം ഒരു സർക്കിളിൻ്റെ സർക്കംഫറൻസിന് കണക്കായ ഡിസ്റ്റൻസാണ് ഇവിടെ സഞ്ചരിക്കുന്നത്. നമ്മൾ ഈ പോയിന്റിലാണ് ഇവിടെ നമ്മൾ കൈവച്ചിട്ട് മുന്നോട്ട് തള്ളിയെന്ന് വിചാരിക്കും. അപ്പോൾ ഇവിടെ നമ്മൾ ഈ ഡിസ്റ്റൻസ് എന്താണ്, എഫേർട്ടിൻ്റെ ഡിസ്റ്റൻസ് എന്താണ്, ഒരു ഡി ഡിസ്റ്റൻസ് റേഡിയസ് ഉള്ള ഒരു സർക്കിളിൻ്റെ സർക്കംഫറൻസ്. അപ്പോൾ ഇവിടെ അതെന്തായി, 2πdi. ഇത് പ്രോബ്ലം ചെയ്യുമ്പോൾ മനസ്സിലാവുമല്ലോ, ജസ്റ്റ് കേട്ടാൽ മതി. ഇവിടുത്തെ ഡിസ്റ്റൻസ് 2πd ആണ്, എഫേർട്ട് നമ്മൾ കൊടുക്കുന്ന ഡിസ്റ്റൻസ്. ഇവിടുത്തെ ലോഡ് എന്ന് പറയുന്നത് മേലേക്കാണ് പൊന്തുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ആ പൊന്തുന്നതിൻ്റെ പേരെന്താണ് നമുക്ക് ഇപ്പം അറിയുന്നുണ്ടാവില്ല. ഒരു സ്ക്രൂവിൻ്റെ ടെർമിനോളജി പഠിക്കുമ്പോൾ അതിൻ്റെ അകത്തുണ്ട് പിച്ച് ലെങ്ത്ത് എന്ന് പറയുന്നതാണ്. ആ ഒരു കട്ട മേലേക്ക് പൊന്തുന്നതിൻ്റെ ഒരു റൊട്ടേഷനിൽ പൊന്തുന്നതാണ് പിച്ച്. അപ്പോൾ ഇവിടുത്തെ ലോഡ് ആമും ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്താ, ഡിസ്റ്റൻസ് ഓഫ് ലോഡ് എന്ന് പറയുന്നത് എന്താ, പിച്ചാണ്. അപ്പോൾ ഈ ഇക്വേഷൻ ഇപ്പോൾ എന്തായിട്ട് മാറി, ഇങ്ങനെയായി മാറി. ഇപ്പോൾ ബേസിക്കലി നമ്മൾ ബേസിക്കായി പഠിക്കുന്നത് വെലോസിറ്റി റേഷ്യോ എന്ന് പറയുന്നത് എഫേർട്ടിലെ ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ലോഡിലെ ഡിസ്റ്റൻസ്. അത് ഓരോ കേസിൽ വ്യത്യാസം വരും. പുള്ളി വീൽ സിസ്റ്റത്തിൽ നിങ്ങൾക്ക് ഇവിടെ വേറെ എഴുതിയത് മനസ്സിലാവും, ഞാനീ പറഞ്ഞ കേസിലെ ഡിസ്റ്റൻസ് മനസ്സിലാവും. അപ്പോൾ അതോരോ ക്വസ്റ്റ്യൻ ചെയ്യുന്നതിന് കണക്കായിട്ട് നമുക്ക് അന്നേരം നോക്കേണ്ടതാണ്. ബേസിക്കലി ഈ ഒരു സംഭവം മനസ്സിലായി. മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ലോഡ് ബൈ എഫേർട്ടാണ്, വെലോസിറ്റി റേഷ്യോ എന്ന് പറഞ്ഞാൽ ആ ഡിസ്റ്റൻസിൻ്റെ റേഷ്യോ ആണെന്ന് മനസ്സിലായി. ഇനി ഇത് രണ്ടും തമ്മിൽ ഈക്വൽ ആവുന്നതാണ് ഒരു 100% എഫിഷ്യൻസി എന്ന് പറയുന്നത്. നേരത്തെ മനസ്സിലായി. ഇൻപുട്ടും ഔട്ട്പുട്ടും ഈക്വൽ ആകുമ്പോൾ, ഇവിടെ കാണിച്ചതുപോലെ ഇൻപുട്ടും ഔട്ട്പുട്ടും ഈക്വൽ ആകുമ്പോഴാണ് എഫിഷ്യൻസി 100% എന്ന് പറയുന്നത്. പക്ഷേ പ്രാക്ടിക്കലി അങ്ങനെയല്ല നടക്കുന്നത്. ഇനി ആ എഫിഷ്യൻസി കണ്ടുപിടിക്കാനായിരിക്കും ക്വസ്റ്റ്യൻ വരിക. ദ റേഷ്യോ ഓഫ് ദ എനർജി ഒബ്റ്റെയിൻഡ് ഫ്രം ദ മെഷീൻ ടു ദ സപ്ലൈഡ്, ഇറ്റ് ഈസ് നോൺ ആസ് എഫിഷ്യൻസി. അപ്പോൾ ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം. എഫിഷ്യൻസിനെ മെക്കാനിക്കൽ അഡ്വാൻറ്റേജിൻ്റെയും വെലോസിറ്റി റേഷ്യോൻ്റെയും കണക്ട് ചെയ്തിട്ടുള്ള. അപ്പോൾ ഇത് രണ്ട് ടൈപ്പിലായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. ആദ്യം പതുക്കെ പറയാം. എഫിഷ്യൻസി, നമ്മളെ സാധാ എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ എന്താ, സാധാ എഫിഷ്യൻസി എന്ന് പറയുമ്പോൾ ഔട്ട്പുട്ട് ഡിവൈഡഡ് ബൈ ഇൻപുട്ട്. ഇതാണ് സാധാ എഫിഷ്യൻസി എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ എന്താണ്, ഇവിടെ വർക്കാണ്. വർക്ക് ഔട്ട്പുട്ട് ഡിവൈഡഡ് ബൈ വർക്ക് ഇൻപുട്ടാണ് ഇവിടുത്തെ എഫിഷ്യൻസി. അപ്പോൾ ബേസിക്കലി വർക്ക് എന്ന് പറഞ്ഞാൽ എന്താ, ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ്, പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. ഇവിടെ ഫോഴ്സ് 2, എഫേർട്ടും ലോഡും. അവിടുത്തെ ഡിസ്റ്റൻസ് അതിന് കണക്കായിട്ട് ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് എഫേർട്ടും ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് ലോഡും.
ഈ സ്ലൈഡ് ഒരുമിച്ച് നോക്കിക്കഴിഞ്ഞാൽ കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ ആദ്യം ഓരോ സ്റ്റെപ്പായിട്ട് നോക്കുക. ബേസിക് കാര്യം എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ ഔട്ട്പുട്ട് ബൈ ഇൻപുട്ട്. ഇവിടെ മെക്കാനിക്കലി നമുക്കിവിടെ വർക്ക് ഔട്ട്പുട്ട് ബൈ വർക്ക് ഇൻപുട്ട്, ആ കാര്യം മനസ്സിലായി. അപ്പോൾ വർക്ക് ഇൻപുട്ട് എന്ന് പറഞ്ഞാൽ എന്താ? ഇപ്പോൾ വർക്ക് എന്താണെന്ന് നോക്കുക. വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റ്. ഇവിടെ ഫോഴ്സ് എന്ന് പറയുന്നത് എഫേർട്ടും ലോഡും. അപ്പോൾ ഈ ലൈൻ ക്ലിയറായി. എഫേർട്ട് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് എഫേർട്ട്, ലോഡ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് ലോഡ്. അപ്പോൾ എഫിഷ്യൻസി നമ്മൾ റേഷ്യോ ആയിട്ട് എഴുതി. ലോഡ് എൽ ഇൻറ്റു ഡി എൽ ബൈ ഇ ഇൻറ്റു ഡി ഇ. ഈ ഒരു കാര്യം ക്ലിയർ ആയല്ല. ഔട്ട്പുട്ട് ബൈ ഇൻപുട്ട് രണ്ടും സെപ്പറേറ്റ് എഴുതി, അത് റേഷ്യോ ആയിട്ട് എഴുതി. ഇതിനെ നമ്മളൊന്ന് മാറ്റി എഴുതി ഇങ്ങോട്ടേക്ക്. ഈ എൽ ബൈ ഇ എന്ന് എഴുതി. മറ്റേ ഡി എൽ ബൈ ഡി എനെ എഴുതി നോക്കണേ. 1 ബൈ ഡി ഇ ബൈ ഡി എൽ എന്ന് എഴുതി. ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല, പ്രോബ്ലം ചെയ്യാൻ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. അപ്പോൾ ഈ ഡി ഇ ബൈ ഡി എൽ എന്താണ്? വെലോസിറ്റി റേഷ്യോ ആണ്. അപ്പോൾ ഇവിടുന്ന് ആകെ സിമ്പിളായിട്ട് കിട്ടിയത് ഈ എൽ ബൈ ഇ എന്ന് പറയുന്നത് മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് ആണെന്ന് നമുക്കറിയാം. 1 ബൈ വെലോസിറ്റി റേഷ്യോയും കിട്ടി. അപ്പോൾ ഇതെന്തായി? മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് ഡിവൈഡഡ് ബൈ വെലോസിറ്റി റേഷ്യോ ആയി എഫിഷ്യൻസി എന്ന് പറയുന്നത്. അതാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. എഫിഷ്യൻസി ഈക്വൽ ടു മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് ഡിവൈഡഡ് ബൈ വെലോസിറ്റി റേഷ്യോ. അതാണ് സംഭവം. ഇത് വെച്ചിട്ടായിരിക്കും ഭൂരിഭാഗം ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക. ഈ റിലേഷൻ ഇങ്ങനെ തന്നെ റെയിൽവേൻ്റെ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനായി ചോദിച്ചിട്ടുണ്ടായിരുന്നു. മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് ഈക്വൽ ടു എഫിഷ്യൻസി ഇൻറ്റു വെലോസിറ്റി റേഷ്യോ. അപ്പോൾ ഓപ്ഷനിൽ വേറെ ഉണ്ടാവും. എഫിഷ്യൻസി ബൈ വെലോസിറ്റി റേഷ്യോ, വെലോസിറ്റി ഇൻറ്റു മറ്റേത്, അങ്ങനെ ഇത് മൂന്നും തിരിച്ചിട്ട് ഇതാണ് സംഭവം. അപ്പോൾ ഇത് ഇങ്ങനെ എന്തൊക്കെയോ കാടും കച്ചറയെല്ലാം പറഞ്ഞുവെങ്കിലും മെയിനായിട്ടുള്ള സംഭവം എന്താണ്? മെക്കാനിക്കൽ അഡ്വാൻറ്റേജിൻ്റെ ഒരു റിലേഷൻ ലോഡ് ബൈ എഫേർട്ട്, ഇത് നമുക്കറിയാം. വെലോസിറ്റി റേഷ്യോന് നേരെ തിരിച്ചിട്ട് ലോഡ് ബൈ എഫേർട്ടിന് പകരം എഫേർട്ട് ആം ബൈ ലോഡ് ആം, ഡിസ്റ്റൻസ് ഓഫ് എഫേർട്ട് ബൈ ഡിസ്റ്റൻസ് ഓഫ് ലോഡ്. അപ്പോൾ ഇതും കിട്ടി. ഇത് രണ്ടും തമ്മിലുള്ള റേഷ്യോ ആണ് എഫിഷ്യൻസി. ഇത് രണ്ടും ഈക്വൽ ആയാൽ എന്തായി? എഫിഷ്യൻസി 1 ആയി, അതായത് 100% ആയി. അപ്പോൾ ഒരിക്കലും അങ്ങനെ ആവില്ല. അപ്പോൾ എഫിഷ്യൻസി കണ്ടുപിടിക്കാനായിരിക്കും ക്വസ്റ്റ്യനിൽ ഉണ്ടാവുക. അല്ലെങ്കിൽ ക്വസ്റ്റ്യനിൽ ഇങ്ങനെ ചോദിക്കും 10% എഫിഷ്യൻസി ഉള്ള എല്ലും ഇയും തരും, പിന്നെ ഡി ഈ രണ്ടെണ്ണത്തിൽ ഏതെങ്കിലും ഒന്ന് തരും, എഫിഷ്യൻസിയും തരും, എന്നിട്ട് അടുത്തത് ഡി എല്ല് കണ്ടുപിടിക്കാൻ വരും. അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവും. അപ്പോൾ ഈ ഒരു സാധനം മാത്രം ഇവിടെ ഓർമ്മിച്ചാൽ മതി. എഫിഷ്യൻസി ഈക്വൽ ടു മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് ഡിവൈഡഡ് ബൈ വെലോസിറ്റി റേഷ്യോ. ഈ രണ്ടും കണ്ടുപിടിക്കേണ്ട ഇക്വേഷൻസ് സെപ്പറേറ്റ് പഠിക്കുക. മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് ലോഡ് ബൈ എഫിഷ്യൻസി, വെലോസിറ്റി റേഷ്യോൻ്റെ ഇക്വേഷൻ സെപ്പറേറ്റ് പഠിക്കുക. പ്രധാനപ്പെട്ട ഒരു ഭാഗം കംപ്ലീറ്റ് ആയി. ഇനി ഇത് വെറുതെ വിയർ ആൻഡ് ടിയർ മിനിമൈസ് ചെയ്യാൻ എന്തെങ്കിലും ചെയ്യണം. ഡസ്റ്റ് മോയ്സ്ചർ ഒഴിവാക്കുക, ലൂബ്രിക്കേഷൻ നടത്തുക, പെയിൻറ്റ് ചെയ്യുക. ഫസ്റ്റത്തെ സിമ്പിൾ മെഷീൻ്റെ ഒരു ടോപ്പിക്കിൽ നമ്മളൊരു സ്ലൈഡ് ഉണ്ടായിരുന്നു, ഫങ്ഷൻസ് ഓഫ് മെഷീൻ എന്ന് പറഞ്ഞിട്ട്. അതിൽ നിന്നൊരു ക്വസ്റ്റ്യനാണ്, വിച്ച് ഓഫ് ദ സ്റ്റേറ്റ്മെൻറ്റ് ഈസ് നോട്ട് ട്രൂ ഫോർ എ മെഷീൻ? ഇറ്റ് ക്യാൻ മൾട്ടിപ്ലൈ ഫോഴ്സ്. അതെ, നമ്മൾ മറ്റേ ആ ലോഡ് ഉയർത്തുന്നൊരു മെഷീൻ കാണിച്ചിട്ടുണ്ടായിരുന്നില്ലേ? അപ്പോൾ ഇത് ശരിയാണ്. ഇറ്റ് ക്യാൻ മൾട്ടിപ്ലൈ ഫോഴ്സ്. അതെ. ഇറ്റ് ക്യാൻ ഇൻക്രീസ് സ്പീഡ്. സൈക്കിളിൻ്റെ ഒരു എക്സാമ്പിൾ വെച്ച് കാണിച്ചിട്ടുണ്ടായിരുന്നു. പെഡൽ ചെറുങ്ങനെ ചവിട്ടുമ്പോൾ സ്പീഡിൽ സൈക്കിൾ മുന്നോട്ട് നീങ്ങും. ഇറ്റ് ക്യാൻ ഇൻക്രീസ് സ്പീഡ്. അതെ. ഇറ്റ് ക്യാൻ ചേഞ്ച് ദ ഡയറക്ഷൻ ഓഫ് അപ്ലൈഡ് ഫോഴ്സ്. കിണറ്റിൽ നിന്ന് വെള്ളം കോരുന്നത് ആലോചിക്കുക. ഇറ്റ് ക്യാൻ ചേഞ്ച് ദ ഡയറക്ഷൻ ഓഫ് അപ്ലൈഡ് ഫോഴ്സ്. അതെ, ശരിയാണ്. ഒരു മെഷീനിന് ഔട്ട്പുട്ട് ക്യാൻ ബി മോർ ദാൻ ഇൻപുട്ട്. അപ്പോൾ അതായത് എഫിഷ്യൻസി 1 കൂടുക. അതായത് ഒരു മെഷീനിന് ഇൻപുട്ടിനേക്കാൾ കൂടുതൽ ഔട്ട്പുട്ട്, അതായത് എഫിഷ്യൻസി 1 കൂടുതൽ. അതൊരു ഐഡിയൽ സിറ്റുവേഷനിൽ എന്താ സംഭവിക്കുക? ഇൻപുട്ട് ഈക്വൽ ടു ഔട്ട്പുട്ടാണ്. അപ്പോൾ ഇതൊരിക്കലും സംഭവിക്കില്ല. ഔട്ട്പുട്ട് എപ്പോഴും കുറവായിരിക്കും. അല്ലെങ്കിൽ എഫിഷ്യൻസി 1 കൂടണം, അത് സംഭവിക്കില്ല. എ ലിവർ വിച്ച് ഓൾവേസ് ഹാസ് മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് ലെസ് ദാൻ 1. ഇത് വന്നു. മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് 1 കുറവുള്ളത് ഏതാണ്? അപ്പോൾ നമുക്ക് ആദ്യം മുതലേ ബേസ് എന്ന് തുടങ്ങാം. ലിവർ 1, നമ്മളെ കോഡ് എന്ന് പറയുന്നത് FLE. ആദ്യത്തെ സിറ്റുവേഷനിൽ ഫൽക്രം നടുവിൽ വരും. അപ്പോൾ 1 വരാം, 1 കുറവ് വരാം, 1 കൂടുതൽ വരാം, 3 വരാം. അപ്പോൾ അതല്ല. രണ്ടാമത്തെ സെക്കൻഡ് ഓർഡറിൽ ലോഡ് നടുവിൽ. ഇപ്പോൾ ഇവിടെ ഫൽക്രം വന്നു, ഇവിടെ ലോഡ്, ഇവിടെ എഫേർട്ട്. അപ്പോൾ
മെക്കാനിക്കൽ അഡ്വാൻറ്റേജിൻ്റെ ഇക്വേഷൻ എഴുതി നോക്കുക. ഇതെല്ലാം പതുക്കെ ഓരോന്നായിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് നോക്കുക. മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് ഈസ് ഈക്വൽ ടു നമുക്ക് കിട്ടേണ്ടത് ലോഡ് ഡിവൈഡഡ് ബൈ എഫേർട്ട്, അല്ലെങ്കിൽ എഫേർട്ട് ആം ഡിവൈഡഡ് ബൈ ലോഡ് ആം. അപ്പോൾ സെക്കൻഡിൽ എങ്ങനെയാണ് വരിക? ലോഡാണ് നടുവിൽ വരുന്നത്, അപ്പോൾ എഫേർട്ട് ആം ആയിരിക്കും എപ്പോഴും വലുത്. അപ്പോൾ ഇതെന്താണ്? ഒന്നിനേക്കാൾ എപ്പോഴും കൂടുതലായിരിക്കും സെക്കൻഡ് ഓർഡർ. അപ്പോൾ അതുമല്ല. തേർഡ് FLE ആണ് കോഡ്, അപ്പോൾ നടുവിൽ എഫേർട്ട്. അപ്പോൾ അതാ ഇവിടെ ഫൽക്രം, നടുവിൽ എഫേർട്ട്, ഇവിടെ ലോഡ്. അപ്പോൾ എന്താണ്? ലോഡ് ആമാണ് എപ്പോഴും കൂടുതൽ, ലോഡ് ആം എപ്പോഴും കൂടുതൽ. അപ്പോൾ ഇവിടെ നോക്കിയേ, ലോഡ് ആം 20 ആണെങ്കിൽ എഫേർട്ട് 10 ആണെന്ന് വിചാരിച്ചു. അപ്പോൾ എന്താ? എക്സാമ്പിൾ, ലോഡ് ആം കൂടുതൽ 20, എഫേർട്ട് ചെറുത് 10. അപ്പോൾ ഇതെന്തായി? 1നേക്കാൾ കുറവായി. അപ്പോൾ എ ലിവർ വിച്ച് ഓൾവേസ് ഹാസ് മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് ലെസ് ദാൻ 1 എന്ന് പറയുന്നത് എന്താണ്? മൂന്നാമത്തതാണെന്ന് ആൻസർ കിട്ടി. അപ്പോൾ ഇനി ക്വസ്റ്റ്യനിൽ 3 കണ്ടുപിടിക്കുക. എഫേർട്ട് ബിറ്റ്വീൻ ലോഡ് ആൻഡ് ഫൽക്രം. ഇതാ ഇവിടെ ആൻസർ കിട്ടി. 3 എന്ന് പറയുന്നത് എന്താണ്? എഫേർട്ട് ബിറ്റ്വീൻ ലോഡ് ആൻഡ് ഫൽക്രം. അതാണ് ഇവിടുത്തെ ആൻസർ വരുന്നത്. കാരണം ലെവൽ ഓർഡർ 3 എന്ന് പറയുന്നത് FLE, ഈ നടുവിൽ എഫേർട്ട് ബിറ്റ്വീൻ ലോഡ് ആൻഡ് ഫൽക്രം. അപ്പോൾ അത് ക്ലിയർ ആയി. കറക്റ്റ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ എഫേർട്ട്, ലോഡ് ആൻഡ് മെക്കാനിക്കൽ അഡ്വാൻറ്റേജ്. അത് മെക്കാനിക്കൽ അഡ്വാൻറ്റേജിൻ്റെ ഇക്വേഷനാണ് ചോദിക്കുന്നത്. മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് ഈക്വൽ ടു നമുക്കറിയാം എന്ത്? നമുക്ക് കിട്ടേണ്ടത് ലോഡ്, നമ്മൾ കൊടുക്കുന്നത് എഫേർട്ട്, L/E. അതിന് എങ്ങനെയാണ് എഴുതിയിട്ടില്ല നോക്കുക, ഏതാ ശരി വരിക നോക്കുക. MA = L × E തെറ്റ്, MA × E = L. കറക്റ്റ്. മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് ഇൻറ്റു എഫേർട്ട് ഈക്വൽ ടു ലോഡ്. ദ കറക്റ്റ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ വെലോസിറ്റി റേഷ്യോ, ഡിസ്റ്റൻസ് ത്രൂ വിച്ച് എഫേർട്ട് ആക്ട്, അതായത് DE, ആൻഡ് ദ ഡിസ്റ്റൻസ് ത്രൂ വിച്ച് ലോഡ് മൂവ്സ്, D. ഓക്കെ. അപ്പോൾ നമുക്ക് നമ്മൾ ബേസിക്കലി നോക്കുക വെലോസിറ്റി റേഷ്യോ എന്താണെന്ന് നോക്കുക. മെക്കാനിക്കൽ അഡ്വാൻറ്റേജിൻ്റെ റിലേഷൻ നമ്മൾ പറഞ്ഞത് ലോഡ് ബൈ എഫേർട്ടാണ്. അപ്പോൾ ഡിസ്റ്റൻസിൻ്റെ വരുമ്പോൾ തിരിച്ചിട്ട് എഴുതുക. എഫേർട്ട് ആം, അതായത് ആ ദൂരം, ഡിവൈഡഡ് ബൈ ലോഡ് ആം. ഇവിടെ ഇനി എങ്ങനെയാണ് വന്നതെന്ന് നോക്കുക. അതിന് പകരം ക്വസ്റ്റ്യനിൽ എന്തൊക്കെയാണ്? എഫേർട്ട് തന്നത് എവിടെയാണ്? ദ കറക്റ്റ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ വെലോസിറ്റി റേഷ്യോ ഓഫ് ദ ഡിസ്റ്റൻസ് ത്രൂ വിച്ച് എഫേർട്ട് ആക്ട് ചെയ്യുന്നതാണ് D. ഇപ്പോൾ സ്മോൾ ലെറ്റർ D മേല. ആൻഡ് ഡിസ്റ്റൻസ് ത്രൂ വിച്ച് ലോഡ് മൂവ്സ്, ലോഡ് ആമിന് പറയുന്നത് ക്യാപിറ്റൽ D. അപ്പോൾ ഇതിലേതാണ്? VR = D × D. VR × D = സ്മോൾ ലെറ്റർ ആ, കറക്റ്റ് ഇതല്ലേ? VR ക്യാപിറ്റൽ D ഇങ്ങോട്ട് വരും. ഓക്കെ. അത് എ ലിവർ വിച്ച് ഓൾവേസ് ഹാവ് മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് മോർ ദാൻ 1. അപ്പോൾ ഇതിന് ഒന്നും കൂടെ എഴുതണ്ടല്ലോ. മെക്കാനിക്കൽ അഡ്വാൻറ്റേജിൻ്റെ ഓരോന്നും നമ്മളിങ്ങനെ ചെക്ക് ചെയ്യുക. ഓരോ ക്വസ്റ്റ്യൻ വരുമ്പോൾ ഓരോന്നും ചെക്ക് ചെയ്യുക. 1 എന്ന് പറയുമ്പോൾ ഇനിയിപ്പോൾ നമുക്കറിയാം 1 വരാം, ഈക്വൽ ടു വരാം, ഗ്രേറ്റർ ദാൻ വരാം, ലെസ് ദാൻ വരാം. അതല്ല 2 എന്ന് പറയുമ്പോൾ FLE, ലോഡ് നടുവിൽ. അപ്പോൾ ലോഡ് ആമായിരിക്കും എപ്പോഴും ചെറുത്. അപ്പോൾ അതെന്തായി? മെക്കാനിക്കൽ അഡ്വാൻറ്റേജിൻ്റെ ഇക്വേഷൻ എഴുതുക. കുറേ സമയം എടുത്താലും കുഴപ്പമില്ല. മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് ഈസ് ഈക്വൽ ടു ലോഡ് ബൈ എഫേർട്ട്, ഡിസ്റ്റൻസ് വരുമ്പോൾ അത് തിരിഞ്ഞു വരും, എഫേർട്ട് ആം ഡിവൈഡഡ് ബൈ ലോഡ് ആം. 2 നടുവിൽ L. അപ്പോൾ ഫൽക്രത്തിൽ നിന്ന് ലോഡിലേക്കുള്ള ഡിസ്റ്റൻസ് കുറവായിരിക്കും, എഫേർട്ടിലേക്കുള്ള ഡിസ്റ്റൻസ് കൂടുതലായിരിക്കും. അപ്പോൾ ഇതെപ്പോഴും 1നേക്കാൾ കൂടുതലായിരിക്കും. കറക്റ്റ്. ലിവർ ഓഫ് സെക്കൻഡ് ഓർഡർ. ദ എഫേർട്ട് നീഡ് ഈസ് ഗ്രേറ്റർ ദാൻ ലോഡ്, ദെൻ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് ഈസ്. വീണ്ടും മെക്കാനിക്കൽ അഡ്വാൻറ്റേജിൻ്റെ സിമ്പിളാണ്. മെക്കാനിക്കൽ അഡ്വാൻറ്റേജിൻ്റെ ഇക്വേഷൻ എഴുതുക. ലോഡ് ബൈ എഫേർട്ട്. ഇഫ് ദ എഫേർട്ട് നീഡഡ് ഈസ് ഗ്രേറ്റർ, എഫേർട്ട് 20 ആണെന്നിരിക്കും, ഗ്രേറ്റർ ദാൻ ലോഡ്, അപ്പോൾ ലോഡ് 10, 20നേക്കാട്ടും കുറവ്. ദെൻ ദ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് ഈസ്, അപ്പോൾ നമുക്ക് നോക്കാം. എഫേർട്ട് നീഡഡ് ഗ്രേറ്റർ ദാൻ ലോഡ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ 10/20 കറക്റ്റ്. ഇത് എത്രയാണ്? 0.5, 1നേക്കാൾ കുറവ്. അപ്പോൾ ഏതാണ് ആൻസർ? മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് ഈസ് ലെസ് ദാൻ 1. A nut which can be broken by applying a force of 40 kgf is broken by using a nut cracker. ഓക്കെ. നെറ്റ് ക്രാക്കർ എന്താണെന്ന് നെറ്റ് ക്രാക്കർ എന്ന് പറയുമ്പോൾ ആദ്യം മനസ്സിലാക്കി നെറ്റ് ക്രാക്കറിൻ്റെ ഫിഗർ ഓർമ്മ വരണം. 2 ഹാൻഡിൽ, നടുവിൽ നട്ട് വെക്കേണ്ട ഒരു സ്ഥലം, പിന്നെ രണ്ടും കൂടെ ജോയിൻ ചെയ്യുന്നു. ഇവിടെ ഫൽക്രം, ഇവിടെ 2 ഭാഗത്തും നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഇൻപുട്ട് ഫോഴ്സ്, അതായത് എഫേർട്ട്. നടുവിൽ നമുക്ക് കിട്ടേണ്ട ഔട്ട്പുട്ട്, അതായത് ലോഡ്.
അപ്പോൾ ആലോചിച്ച് നോക്കിയേ, ലോഡ് നടുവിൽ വരുന്നു, അപ്പോൾ FLE ആണ് കോഡ്, ഫ്ലീ. ലോഡ് നടുവിൽ വരുന്ന സെക്കൻഡ് ഓർഡർ. അപ്പോൾ നമ്മളോട് ചോദിക്കുന്നത് എന്താണെന്ന് നോക്കാം. അപ്പോൾ ഇവിടെ എന്താ വന്നിട്ടില്ലേ നോക്കാം. ഒരു ലിവർ ആയിട്ട് കണക്കാക്കിയാൽ ലോഡ് നടുവിൽ വന്നു, സെക്കൻഡ് ഓർഡർ ലിവറാണെന്ന് മനസ്സിലായി. അപ്പോൾ നമ്മൾ ഒന്നിക്കലും നമുക്ക് മറ്റേ ഇക്വേഷൻ ഉപയോഗിക്കാം, ലോഡ് ബൈ എഫേർട്ട് ഈക്വൽ ടു തിരിഞ്ഞിട്ട് എഫേർട്ട് ആം ബൈ ലോഡ് ആം. അല്ലെങ്കിൽ അതുണ്ടാക്കിയ നമ്മളെ സാധാരണ ലിവറിൻ്റെ ഇക്വേഷൻ എന്താണ്, ഒരു ലിവർ എഫേർട്ട്, ഇത് എഫേർട്ട്, ഇവിടെ ഫൽക്രം ഇപ്പുറത്താണല്ലേ, ഇവിടെ ഫൽക്രം, ഇവിടെ ലോഡ്. അപ്പോൾ നമ്മളെ സാധാരണ ഇക്വേഷൻ എന്താണ്, എഫേർട്ട് ഇൻറ്റു എഫേർട്ട് ആം ഈക്വൽ ടു ലോഡ് ഇൻറ്റു ലോഡ് ആം. ഇതാണ് നമ്മൾ പറഞ്ഞ ലിവറിൻ്റെ റിലേഷൻ. ഇതിൻ്റെ അകത്തു നിന്നാണ് നമ്മൾ മറ്റേത് കണ്ടുപിടിച്ചത്, ഏത് ഈ പറയുന്ന ലോഡ് ബൈ എഫേർട്ട് മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് ഈക്വൽ ടു തിരിഞ്ഞിട്ട് എഫേർട്ട് ആം ഡിവൈഡഡ് ബൈ ലോഡ് ആം. ഇത് മനസ്സിലായില്ലേ? അതായത് ഇ ഇൻറ്റു ഇ എ ഈക്വൽ ടു എൽ ഇൻറ്റു എൽ എ. അപ്പോൾ ഇത് തിരിഞ്ഞു വന്നതാണ്, ലോഡ് ഈ ഇപ്പുറത്തേക്ക് വന്നു, എൽ ബൈ ഇ ഈക്വൽ ടു ഇ എ ബൈ എൽ എ. അപ്പോൾ ഇവിടെ ഇപ്പം നമുക്ക് എന്തെല്ലാം തന്നിട്ടില്ലേ നോക്കാം. ഒരു നട്ട് വിച്ച് ക്യാൻ ബി ബ്രോക്കൺ ബൈ അപ്ലൈയിങ് എ ഫോഴ്സ് ഓഫ് 40 kgf. അതായത് എന്ത്, നമ്മൾ കൊടുക്കുന്ന എഫേർട്ട് 40 ഇൻറ്റു ഈസ് ബ്രോക്കൺ ബൈ യൂസിങ് എ നട്ട് ക്രാക്കർ ഹാവിങ് ഇറ്റ്സ് ഹാൻഡിൽ 20 cm. ഹാൻഡിൽ നമ്മൾ അപ്ലൈ ചെയ്യുന്ന എഫേർട്ട് ആം, ഇറ്റ്സ് ഹാൻഡിൽ 20 cm by placing it at a distance of 20 cm from the hinge. ഹിഞ്ചിൽ നിന്ന് 20 cm. അപ്പോൾ ലോഡ് 20 cm ദൂരത്തിൽ. കാൽക്കുലേറ്റ് ദ മിനിമം ഫോഴ്സ് നീഡഡ് ടു ബ്രേക്ക് ദ നട്ട്. ഇവിടെ ഒരു അബദ്ധം പറ്റി. എന്താ വെച്ചാൽ ഈ ക്വസ്റ്റ്യൻ ശരിക്കും വായിച്ചു നോക്കിയാൽ, എ നട്ട് വിച്ച് ക്യാൻ ബി ബ്രോക്കൺ ബൈ അപ്ലൈയിങ് എ ഫോഴ്സ് എന്നാണ്. അതായത് നമ്മൾ അപ്ലൈ ചെയ്ത ഫോഴ്സ് അല്ല 40. ഒരു നട്ടിന് ബ്രേക്ക് ചെയ്യാനുള്ള ഫോഴ്സ് ഇവർ തന്നതാണ്. ഒരു നട്ട് ബ്രേക്ക് ചെയ്യണമെങ്കിൽ അതിന് എത്ര ഫോഴ്സ് വേണോ, അതാണ് 40 തന്നിട്ടുള്ളത്. അപ്പം നമുക്ക് ഔട്ട്പുട്ട്, ഡിസൈഡ് ഔട്ട്പുട്ടാണ് ഇവിടെ തന്നിട്ടുള്ളത്. അതാണ് എന്ത് തന്നിട്ടുള്ളത്, 40 എന്ന് പറഞ്ഞിട്ട് തന്നിട്ടുള്ളത്. ഒന്നും കൂടെ എഴുതാം, ഒന്ന് പറഞ്ഞുതരാം. അതായത് എ നട്ട് വിച്ച് ക്യാൻ ബി ബ്രോക്കൺ ബൈ അപ്ലൈയിങ് എ ഫോഴ്സ് ഓഫ് 40, അതാണ് നമ്മുടെ ഡിസൈഡ് ഔട്ട്പുട്ട്, ലോഡ്. അതാണ് 40 എന്ന് തന്നിട്ടുള്ളത്. 40 ഈസ് ബ്രോക്കൺ ബൈ യൂസിങ് എ നട്ട് ക്രാക്കർ. ഇവിടെയാണ് നെറ്റ് വെക്കുക. ഹാവിങ് ഇറ്റ്സ് ഹാൻഡിൽ 20 cm. ഹാൻഡിൽ എന്ന് പറഞ്ഞാൽ ഇത്, ഈ ഡിസ്റ്റൻസ്, എഫേർട്ടിൻ്റെ ഡിസ്റ്റൻസ്, അതാണ് 20 cm. അത് 20 എന്ന് തന്നിട്ടുണ്ട്. നമ്മളോട് ചോദിക്കുന്നത് ബൈ പ്ലേസിങ് ഇറ്റ് അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് 2 cm ഫ്രം ദ ഹിഞ്ച്. ഹിഞ്ചിൽ നിന്ന് 2 cm, ഈ ചെറിയ ഡിസ്റ്റൻസ് ആണ് തന്നിട്ടുള്ളത് 2. അതെന്താണ്, ലോഡിലേക്ക് ഫൽക്രം എന്നുള്ള ഡിസ്റ്റൻസ് ഇൻറ്റു 2. നമ്മളോട് ചോദിച്ചത് എത്ര എഫേർട്ട് കൊടുക്കണം. കാൽക്കുലേറ്റ് ദ മിനിമം ഫോഴ്സ് നീഡഡ് ടു ബ്രേക്ക് ദ നെറ്റ്. നമ്മൾ കൊടുക്കേണ്ടത് എത്രയാണെന്നുള്ളതാണ് ചോദ്യം. ഇതാണ് ചോദ്യം. അപ്പോൾ ഡാഷ് ഇൻറ്റു 20 ഈക്വൽ ടു 40 ഇൻറ്റു 20. അപ്പോൾ എന്ത് കിട്ടി, ഇത് കിട്ടി 40 ഇൻറ്റു 20 80/20 ഈക്വൽ ടു 80/20 ഈക്വൽ ടു 4 ന്യൂട്ടൺ കിലോഗ്രാം kgf. ക്ലിയർ ആയില്ലേ? അതായത് നമ്മളിപ്പോൾ ഇവിടെ ഉപയോഗിച്ചത്, ഒന്നും കൂടെ പറയുകയാണെങ്കിൽ, ഈ ക്വസ്റ്റ്യനിൽ ഇപ്പോൾ എന്താണ് സിമ്പിളായിട്ട് എല്ലാം മൊത്തത്തിൽ ഉപയോഗിച്ചത്, സാധാ ഒരു ലിവർ തന്നു. ഇനിയിപ്പോൾ നമ്മൾ സെക്കൻഡ് ഓർഡറാണോ തേർഡ് ഓർഡറാണോ എന്നൊക്കെ നോക്കുന്നതിന് ആദ്യം ഒരു ലിവർ തന്നു കഴിഞ്ഞാൽ ആ ലിവറിൻ്റെ റിലേഷൻ ആദ്യം തന്നെ എഴുതുക. ലോഡ് ഇൻറ്റു ലോഡ് ആം, അതായത് ലോഡിൽ നിന്ന് ഫൽക്രത്തിലേക്കുള്ള ഡിസ്റ്റൻസ്, അത് ഈക്വൽ ടു എന്താണ്, എഫേർട്ട് ഇൻറ്റു എഫേർട്ട് ആം. ഈ എല്ലാ ക്വസ്റ്റ്യനും ഇത് വെച്ചിട്ട് ചെയ്യുന്ന എളുപ്പം. വേണമെങ്കിൽ ഇത് മറ്റെങ്ങനെ എഴുതാം, ലോഡ് ബൈ എഫേർട്ട് ഈക്വൽ ടു എഫേർട്ട് ആം ബൈ ലോഡ് ആം. അതിനെക്കാട്ടും എളുപ്പം നമുക്ക് മനസ്സിലായി വരിക ലിവറിൻ്റെ റിലേഷനാണ്. ഇവിടെ നിന്ന് എന്തൊക്കെയാണ് തന്നിട്ടില്ലേ നോക്കാം. 4 എണ്ണത്തിൽ 3 എണ്ണം തരും, ഒന്ന് സ്കിപ്പ് ചെയ്യും. എ നട്ട് വിച്ച് ക്യാൻ ബി ബ്രോക്കൺ ബൈ അപ്ലൈയിങ് എ ഫോഴ്സ് 40. അപ്പോൾ അവിടുത്തെ ലോഡ് ഡിസൈഡ് ഔട്ട്പുട്ട് 40 ഇത് തന്നിട്ടുണ്ട്. നെറ്റ് ക്രാക്കർ ഹാവിങ് ഇറ്റ്സ് ഹാൻഡിൽ 20 cm. നമ്മൾ അപ്ലൈ ചെയ്യുന്നത് ഹാൻഡിലാണ്. അപ്പോൾ അതെന്താണ്, നമ്മൾ കൊടുക്കുന്ന എഫേർട്ടിൽ നിന്ന് ഫൽക്രത്തിലേക്കുള്ള ദൂരം, ഇതും തന്നിട്ടുണ്ട്. പ്ലേസിങ് ഇറ്റ് അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് 2 cm ഫ്രം ദ ഹിഞ്ച്. ഏത്, നമ്മൾ ലോഡ് വെക്കുന്നത് ഹിഞ്ചിൽ നിന്ന്
അപ്പോൾ നമ്മൾ ഈ നെറ്റ് ക്രേക്കർ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ചിത്രം വരണം. ഒരു ഹാൻഡിൽ, അവിടുന്ന് നെറ്റ് വെക്കാനുള്ള ഒരു സ്ഥലം, പിന്നെ ഹിഞ്ച്. അപ്പോൾ ഈ പോയിന്റിൽ നിന്ന് ഇവിടത്തേക്കുള്ളതാണ് ഈ തന്ന 2 സെൻറ്റിമീറ്റർ. അപ്പോൾ ലോഡ് ഇത് നമുക്ക് തന്നിട്ടുണ്ട്, ലോഡ് ആം 2 സെൻറ്റിമീറ്റർ തന്നിട്ടുണ്ട്. അപ്പോൾ 3 തന്നു, 1 സ്കിപ്പ് ചെയ്തു. എഫേർട്ടാണ് ക്വസ്റ്റ്യൻ, കണ്ടുപിടിച്ചു. കാൽക്കുലേറ്റ് ഐഡിയൽ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് ഓഫ് എ ലിവർ. മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് ക്വസ്റ്റ്യൻ. മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ മനസ്സിലേക്ക് വന്നു, നമുക്ക് എത്രയാണോ ഔട്ട്പുട്ട് ലോഡ് ബൈ നമ്മൾ കൊടുക്കുന്നത് എഫേർട്ട്, അതാണ് മെക്കാനിക്കൽ അഡ്വാൻറ്റേജ്. ആദ്യം തന്നെ ഇത് എഴുതി, പിന്നെ തിരിച്ചിട്ട് എഴുതുക. ആം വരുമ്പോൾ തിരിച്ചിട്ട് എഫേർട്ട് ആം ഡിവൈഡഡ് ബൈ ലോഡ് ആം. കാൽക്കുലേറ്റ് ദ ഐഡിയൽ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് ഓഫ് എ ലിവർ വെൻ എഫേർട്ട് ആം ഈസ് 80. എഫേർട്ട് ആം ഈസ് 80 ആൻഡ് ലോഡ് ആം ഈസ് 5. 80/5 16. അപ്പോൾ കുറച്ച് ക്വസ്റ്റ്യൻസും ചെയ്തു. ഇനി ഒരുപാട് ക്വസ്റ്റ്യൻസ് ഈ ടോപ്പിക്കിൽ ചെയ്യാനുണ്ട്. ഏകദേശം ചെറിയൊരു ഭാഗം കഴിഞ്ഞു. ഇനിയും ലിവറിൻ്റെ പാർട്ട് വരാനുണ്ട്.